വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 1 PM ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞതാണ്. അതിനുശേഷം ഓരോ ദിവസവും കാത്തുകാത്ത് ഇങ്ങെത്തി. നാളെ ഒറ്റ ദിവസം മാത്രം ബാക്കി. മറ്റന്നാൾ കേരളത്തിന്റെ വിധി ദിനം കാത്തുകേൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF UDF മുന്നണികൾ. തുടർഭരണം ഉണ്ടാകുമെന്നാണ് LDF ക്യാമ്പിലെ ആത്മവിശ്വാസം. 100 സീറ്റ് മറികടക്കുമെന്നാണ് UDFന് കണക്കുകൂട്ടൽ. ഒന്നിലേറെ സീറ്റിൽ വിജയവും വോട്ട് വിഹിതത്തിൽ ഗണ്യമായ വർധനവുമാണ് NDAയുടെ ആക്ച്വൽ പ്രതീക്ഷ. തിങ്കളാഴ്ചയാണ് കേരളം കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനം. രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ 10 മണിയിലേക്ക് എത്തുന്നതോടെ സംസ്ഥാനം അടുത്ത 5 വർഷം ആരു ഭരിക്കുമെന്ന് വ്യക്തമാകും. 43 കേന്ദ്രങ്ങളിലായി നടക്കുന്ന 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 15,645 ഉദ്യോഗസ്ഥരെയാണ് കൌണ്ടിങ്ങിനായി നിയോഗിച്ചിട്ടുള്ളത്. ഫലപ്രഖ്യാപനത്തിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും മുന്നണികൾ അവസാനവട്ട കണക്കെടുപ്പിലാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നൊഴികെയെല്ലാം എതിരാണെങ്കിലും തുടർഭരണം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. ഇന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വിജയാശംസകൾ നേർന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അനുകൂലമായതോടെ UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയായിട്ടുണ്ട്. 100 സീറ്റ് ലഭിക്കുമെന്നാണ് UDF കണക്ക്. എക്സിറ്റ് പോളുകൾ 14 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം പ്രവചിച്ച പശ്ചാത്തലത്തിൽ NDAയും വിജയപ്രതീക്ഷയിലാണ്. അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം വോട്ട് വിഹിതം കുത്തനെ ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്ത് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ചങ്കടിപ്പുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് കേട്ടോ. വോട്ടെണ്ണലിനായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമെന്ന് പറയുകയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. 25 ബാച്ച് കേന്ദ്രസേന വോട്ടെണ്ണലിന് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. മുൻകരുതൽ അറസ്റ്റുകളും ആരംഭിച്ചു. കണ്ണൂർ, പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതയുണ്ടാകുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. പോലീസ് ഭാഗത്തു నుండి എല്ലാ 41 സെൻറ്റേഴ്സിലും പൂർണ്ണമായിട്ടുള്ളൊരു സംരക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫുൾ സെക്യൂരിറ്റി പ്ലാൻ തയ്യാറാക്കി നമ്മൾ എല്ലാ ജില്ലകളിലും എങ്ങനെയാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോ ആൻഡ് ഓർഡേഴ്സ് എവിടെയാണ്, അത് പ്രകാരം എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോഴ്സിന് കരുതിയിട്ടുണ്ട്, അവർ ഡിപ്ലോയ് ചെയ്തു. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ആക്ഷൻ കൂടെ തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഭാഗത്തു నుండి. ആൻഡ് വി ഹാവ് ടേക്കൻ ആക്ഷൻ നമ്മുടെ കൂടുതലായിട്ടുള്ള CCTV നിരീക്ഷണം, അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാ മുഴുവൻ പോലീസിന് നമ്മുടെ സന്നിഹിതരാക്കിയിട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതോടൊപ്പം തന്നെ നമുക്ക് കൗണ്ടിംഗ് സെൻറ്റേഴ്സിൻ്റെ സെക്യൂരിറ്റി ഒപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടെ നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗും ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരാനിരിക്കെ മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുകയാണ് ലീഗ്. 6 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് UDFൽ ധാരണയായാൽ PK കുഞ്ഞാലിക്കുട്ടി അടുത്ത ഉപമുഖ്യമന്ത്രിയാകും UDF ജയിച്ചാൽ. PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, N ഷംസുദ്ദീൻ, AK മഷ്റഫ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആദ്യ നിര. KM ഷാജി, PK ബഷീർ, TV ഇബ്രാഹിം, കുറുക്കോളി മൊയ്തീൻ, മഞ്ഞളാംകുഴി അലി എന്നിവരും സജീവ പരിഗണനയിലുണ്ട്. ഫാത്തിമ തഹലിയ, ജയന്തി രാജൻ എന്നീ വനിതകളിൽ ആരെങ്കിലും വിജയിച്ചാൽ മന്ത്രിസ്ഥാനം വനിതകൾക്ക് നൽകണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗ് ആവശ്യം മുന്നോട്ട് വയ്ക്കില്ലെങ്കിലും UDFൽ ധാരണയായാൽ PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകും. 6 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി UDFനെ സമ്മർദ്ദത്തിലാക്കേണ്ടതില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം. പരമാവധി 23 സീറ്റുകളിൽ വരെ ഇത്തവണ വിജയിച്ചേക്കുമെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ. നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. അപ്പോൾ വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതിപക്ഷ VD സതീശൻ മൂകാംബികയിൽ പോയി കൊല്ലൂർ പോയി ദർശനമൊക്കെ നടത്തി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. തീർച്ചയായും. ഇനി നമുക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോകാം. അവിടെ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന്റെ അന്തസ്സത്ത പാലിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയെ തുടർന്ന് ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും നേരത്തെ കണ്ടതുപോലെ ആദ്യ 2 ഘട്ടങ്ങളിൽ അവിടെ കണ്ടതുപോലെയുള്ള വലിയ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. സൗത്ത് 24 പർഗാനസ് ജില്ലയിലെ മഗ്രത്ത് പശ്ചിം, ഡയമണ്ട് ഹാർബർ എന്നീ മണ്ഡലങ്ങളിലാണ് റീപോളിംഗ് നടക്കുന്നത്.
പോളിംഗ് മെഷീനുകളിൽ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ മറച്ചു എന്നതടക്കം പരാതികളിലാണ് നടപടി. ബംഗാൾ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ഉണ്ടായിട്ടും എവിടെയും റീപോളിംഗ് വേണ്ടി വന്നിരുന്നില്ല. രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 80-ലധികം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിയമപോരാട്ടം തുടരെ നടത്തുന്ന തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയാണെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. വോട്ടെണ്ണൽ ഒബ്സർവർമാരായി കേന്ദ്ര ജീവനക്കാരെ നിയോഗിക്കുന്നത് തടയണമെന്ന ഹർജി കോടതി തള്ളി. കേന്ദ്ര ജീവനക്കാരുടെ പൂളിൽ നിന്ന് ചട്ടപ്രകാരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കഴിയുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തൃണമൂൽ ആശങ്കകൾ അസ്ഥാനത്താണെന്നും കോടതി പറഞ്ഞു. പോലീസ് നിരീക്ഷകരെ നിയോഗിക്കുന്നതടക്കം കാര്യങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് നേരത്തെ പരാതിപ്പെട്ടിരുന്നു. 15 ബൂത്തുകളിലൊന്നായ റോയ് നഗർ ബൂത്തിൽ പോളിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടർമാർ ബുദ്ധിമുട്ടിയത് ഒഴിച്ചു നിർത്തിയാൽ സമാധാനപരമായി മികച്ച പോളിംഗാണ് റീപോളിംഗിലും ഉണ്ടാവുന്നത്. സൗത്ത് 24 പർഗാനസിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ അവിടെ ആര് ജയിക്കും തോക്കുമെന്ന ഇലക്ഷൻ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടെ മറ്റൊരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഇന്ധനവില വർദ്ധിപ്പിക്കാനുള്ള ചർച്ചയാണെന്നാണ് കേൾവി. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കും. കേന്ദ്ര സർക്കാർ ഒരാഴ്ചക്കകം തീരുമാനമെടുക്കുമെന്നാണ് സൂചന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് 50 രൂപ വരെയും വർദ്ധിപ്പിക്കാനാണ് ആലോചന. വിമാന ഇന്ധനവില വർധനയെ തുടർന്ന് ജൂലൈ വരെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കി. ഇന്ധനവില വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ സർക്കാരിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഭീമമായ നഷ്ടം സഹിച്ചു മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ധനവില എത്ര വർദ്ധിപ്പിക്കണം, എപ്പോൾ പ്രാബല്യത്തിൽ വരുത്തണം, ജനങ്ങൾക്കുണ്ടാകുന്ന ആഘാതം ഇളവുകൾ പ്രഖ്യാപിച്ച് കുറയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ആലോചിക്കുന്നത്. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിലയിലും ഇറക്കുമതി പ്രതിസന്ധിയിലും പുരോഗതി ഉണ്ടാകാത്തതിനാൽ വിലക്കയറ്റം അനിവാര്യമായിരിക്കുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നു. ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വ്യക്തമാക്കി. 7 ദിവസത്തിനകം പൊതുമേഖലാ എണ്ണ കമ്പനികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വില വർധനവ് പ്രഖ്യാപിക്കുക. അതേസമയം വിമാന ഇന്ധനത്തിന്റെ വില അന്താരാഷ്ട്ര സർവീസുകളിൽ 5% വീണ്ടും വർദ്ധിച്ചതോടെയാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലേക്ക് എയർ ഇന്ത്യ എത്തിയത്. ജൂൺ ജൂലൈ മാസത്തേക്ക് പ്രതിദിനം 100 സർവീസുകൾ കുറയ്ക്കുന്നുവെന്ന് കമ്പനി അറിയിപ്പ് നൽകി. നിലവിൽ 10% സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ആഭ്യന്തര സർവീസുകളിലെ ഭക്ഷണ വിതരണവും ഒഴിവാക്കിയേക്കും. 24 ഡൽഹി. വാണിജ്യ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് കൂട്ടിയതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും അടച്ചിടൽ ഭീഷണിയിലാണ്. വില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. വില വർധനവിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് വലിയ പ്രതിഷേധ മാർച്ചുന്നുണ്ടായി. പാചകവാതക സിലിണ്ടറിന്റെ വൻ വിലവർധന വലിയ തിരിച്ചടിയായെന്നും വില കൂട്ടാതെ മുന്നോട്ട് പോകാനാകില്ലെന്നും ഹോട്ടലുടമകൾ പറയുന്നു. ഒറ്റയടിക്ക് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് വൻതുക കൂട്ടിയ തീരുമാനത്തോടെ നേരത്തെ ബുക്ക് ചെയ്ത ഓർഡറുകളിലും പുതിയ ഓർഡറുകൾ സ്വീകരിക്കുന്നതിലും ഉൾപ്പെടെ ആശങ്കയിലാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ. വലിയ പ്രതിസന്ധിയില്ല. അടുത്ത 2 മാസത്തെ ഓർഡർ എടുത്തു വെച്ചേക്കാം. ഇത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. തൊഴിലാളികളെ പിരിച്ചുവിടാൻ പറ്റുമൊന്നുമില്ല. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ അത്യാവശ്യം നിൽക്കുന്ന ആൾക്കാരാണ്. ഇതെന്താ ചെയ്യണം? ഇപ്പോൾ വിറകിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയാണ് ടണ്ണിന് ചോദിക്കണത്. പണ്ട് ഈ ഗ്യാസിന് ക്ഷാമത്തിന് മുമ്പ് ആ കൂടി 3000 രൂപ ഉണ്ടാക്കുന്ന വിറക് ഇപ്പോൾ 10,000 രൂപയാണ് ടണ്ണിന് ചോദിക്കുന്നത്. ഗ്യാസ് ഇപ്പോൾ നമ്മൾ അതിവില കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ഇപ്പം പൂട്ടിയുടെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയതോടെ മറ്റു മേഖലകളിലും വിലക്കയറ്റമുണ്ടാകുമെന്നാണ് ആശങ്ക. 19 കിലോ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് 993 രൂപയാക്കിയ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധിച്ചു. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഗ്യാസ് സിലിണ്ടർ സ്ട്രക്ചറിൽ കിടത്തിയായിരുന്നു പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വയനാട് ടൗൺഷിപ്പിലെ 17 വീടുകൾ കൂടി ഇന്ന് കൈമാറും. ഇതോടെ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന സർക്കാർ വീടുകളുടെ എണ്ണം 43 ആകും. അതേസമയം കിഫ്കോണ്ട് കൈമാറിയ ആദ്യഘട്ട വീടുകളിൽ അന്തിമ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ക്ലസ്റ്ററുകളിലായി 26 വീടുകളാണ് അന്തിമ ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. ആദ്യഘട്ടത്തിലെ 178 വീട്ടുകാരും ഒരുമിച്ചായിരിക്കും താമസം തുടങ്ങുക എന്ന് നേരത്തെ ഗുണഭോക്താക്കൾ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഇന്നിപ്പോൾ 2 ക്ലസ്റ്ററുകളിലായി 17 വീടുകളാണ് കൈമാറുന്നത്. ഇതോടെ അധികൃതരുടെ കണക്കുപ്രകാരം വാസയോഗ്യമാക്കി കൈമാറിയ വീടുകളുടെ എണ്ണം 43 ആകും. ആദ്യഘട്ടത്തിലെ ബാക്കി വീടുകളിൽ 3ാം ഘട്ട പരിശോധനയ്ക്കുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഈ മാസം പകുതിയോടെ 178 വീടുകളും കൈമാറാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 24 വയനാട്.
വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ സ്റ്റാഫ് നിയമനങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. അപ്പോൾ എന്തായാലും അടുത്ത 4 ദിവസം വേനൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പലയിടത്തും കനത്ത നാശനഷ്ടമുണ്ടായി. തൃശൂർ ചാവക്കാട് ഇടിമിന്നലേറ്റ് വീടിന്റെ ചുവര് തകർന്നു വീണ് 3 പേർക്ക് പരുക്കേറ്റു. ചാവക്കാട് മണത്തല അയനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ സ്മൃതി, മകൾ ജ്യോതി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് ഒരുമനയൂരിൽ ശക്തമായ ഇടിമിന്നലിൽ ഭക്ഷണശാല കത്തിനശിച്ചു. കടയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ഭക്ഷണശാലയിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ കുറവും രേഖപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ നിലവിലുള്ള 30 ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി പ്രമോഷനിലൂടെ നികത്തണമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് 2 ആഴ്ച കഴിഞ്ഞിട്ടും നടപ്പാക്കാതെ GST കമ്മീഷണർ. അഡീഷണൽ ചീഫ് സെക്രട്ടറി അണ്ടർ സെക്രട്ടറിയെ കൊണ്ട് നേരിട്ട് ഏപ്രിൽ 28 രണ്ടാമത്തെ ഉത്തരവ് ഇറക്കിയിട്ടും കമ്മീഷണർ ഫയൽ ഒപ്പിടാത്തത് യൂണിയൻ നേതാക്കളുടെ സമ്മർദ്ദം കാരണമെന്നാണ് ആക്ഷേപം. 24 എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സാധാരണ സ്ഥാനക്കയറ്റങ്ങൾക്കും PSC നിയമനത്തിനും ബാധകമല്ലെന്നിരിക്കെയാണ് GST കമ്മീഷണർ ഫയലിൽ ഒപ്പിടാത്തത്. സംസ്ഥാനത്ത് ഒഴിവുള്ള 30ഓളം ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെ ഒഴിവ് അടിയന്തരമായി നികത്തണമെന്നും ഒഴിവ് വരുന്ന SDO കേഡർ തസ്തികയുടെ വിവരവും PSCയെ അറിയിക്കണമെന്നുമായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഏപ്രിൽ 28 മുതൽ 3 തവണ അണ്ടർ സെക്രട്ടറി വഴി നേരിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിയമനം ഉടനെ നടത്തണമെന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് GST കമ്മീഷണർ ഇതുവരെ നടപ്പാക്കിയില്ല. സംസ്ഥാനത്തെ സുപ്രധാന വകുപ്പിനാണ് ഉദ്യോഗസ്ഥരുടെ ഈ കെടുകാര്യസ്ഥത എന്നതാണ് ഞെട്ടിക്കുന്നത്. കോടതി ഉത്തരവുണ്ടായിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് GST കമ്മീഷണർ ഒപ്പിടാത്തത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. അതിനിടയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ചില സമ്മർദ്ദങ്ങളും GST കമ്മീഷണർക്കുണ്ട് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ഔദ്യോഗിക വാഹനത്തിൽ നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ച് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്റെ യാത്ര. മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡായ അജിത് കുമാറാണ് വാഹനത്തിൽ പോലീസ് വിജിലൻസ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ചട്ടവിരുദ്ധമാണെന്ന് അറിയില്ല എന്നാണ് അജിത് കുമാറിന്റെ വാദം. ഈ കാണുന്നതാണ് തിരുവനന്തപുരം മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡ് അജിത് കുമാറിന്റെ ഔദ്യോഗിക വാഹനം. വാഹനത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നതിനൊപ്പം വിജിലൻസ് എന്നും പോലീസ് എന്നുമുള്ള 2 ബോർഡുകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ബോർഡിന് പുറമെ ബീക്കൺ ലൈറ്റും വാഹനത്തിന് മുകളിലുണ്ട്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് പ്രത്യേകം പ്രവർത്തിക്കുകയാണ്. പോലീസിന്റെയും വിജിലൻസിന്റെയും യാതൊരു അധികാരവും ഈ ഉദ്യോഗസ്ഥനില്ല. അപ്പോഴാണ് ചട്ടവിരുദ്ധ ബോർഡുകൾ സ്ഥാപിച്ചുള്ള ഈ ഉദ്യോഗസ്ഥന്റെ യാത്ര. ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇത് അംഗീകരിക്കുന്നുണ്ട്. പോലീസിൽ ACP ആയിരിക്കവെയാണ് ഡെപ്യൂട്ടേഷനിൽ അജിത് കുമാർ മറൈൻ എൻഫോഴ്സ്മെന്റ് ചീഫ് ഗാർഡായി ചുമതലയേൽക്കുന്നത്. ചുമതലയേൽക്കുമ്പോൾ തനിക്ക് കൈമാറി കിട്ടിയ വാഹനമാണിതെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. വിരമിച്ചതിന് ശേഷവും ഔദ്യോഗിക ചിഹ്നമുള്ള വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ഉന്നത മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അജിത് കുമാർ സർവീസിൽ ഇരിക്കെയാണ് അനധികൃതമായി ബോർഡ് സ്ഥാപിച്ച യാത്ര ചെയ്യുന്നത്. ശ്രീധർ, 24 തിരുവനന്തപുരം. BJPയിൽ ചേർന്നതിന് പിന്നാലെ മുൻ ആം ആദ്മി പാർട്ടി നേതാവ് സന്ദീപ് പാഠക് MP-ക്കെതിരെ കടുത്ത നടപടികളുമായി പഞ്ചാബ് പോലീസ്. ലൈംഗിക പീഡനം, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി 2 FIR-കൾ രജിസ്റ്റർ ചെയ്തു. കേസ് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗം എന്നാരോപിക്കുന്നു BJP. ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് സന്ദീപ് പഥക്കിനെതിരായ പഞ്ചാബ് പോലീസിന്റെ നീക്കം. 2 കേസുകളാണ് വ്യത്യസ്ത ജില്ലകളിലായി പഞ്ചാബ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗിക പീഡനം, അഴിമതി കേസുകളാണ് സന്ദീപ് പഥക്കിനെതിരെ രജിസ്റ്റർ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് FIR-കൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
പിന്നാലെ പഞ്ചാബ് പോലീസിന്റെ സംഘം സന്ദീപ് പഥക്കിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെത്തി. ഡൽഹി പോലീസ് സംഘവും പഥക്കിന്റെ വസതിയിലെത്തിയിട്ടുണ്ട്. BJP പാളയത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെയുള്ള നടപടി രാഷ്ട്രീയ പ്രതികാരമെന്നാണ് BJPയുടെ ആരോപണം. 24 ഡൽഹി. മൈസൂറുവിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമെന്ന് പരാതി. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയരുന്നത്. കോഴിക്കറിയിൽ തൂവലും ചോരയും, ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക് ഒക്കെ കിട്ടാറുണ്ടെന്നാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത്. ചോറിൽ പാറ്റയെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നും പരാതിയുണ്ട്. മെസ് ഫീ ആയി പ്രതിവർഷം വാങ്ങുന്നത് 80,000 രൂപയാണ്. എന്നിട്ടാണ് ചോറിലെ പാറ്റയും ചപ്പാത്തിയിലെ പ്ലാസ്റ്റിക്കും. നഴ്സിംഗ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം എത്തിക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന മലയാളി സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണമാണ്. ചിക്കൻ കറിയിൽ നിന്ന് കോഴിത്തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും പാറ്റയെയും കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾ മെസ് നടത്തിപ്പുകാരായ മലയാളികളോട് സംസാരിക്കുന്നതിന്റെ ഫോൺ രേഖകളും പുറത്തു വന്നു. അല്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ചു, ആ സാധനത്തിന് അങ്ങനെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിന്നാ മതി. അല്ലല്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്താ വിഷയം ചെയ്തോ. മൈസൂരുവിലെ 5 കോളേജുകളിലേക്കാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനം ഭക്ഷണം നൽകുന്നത്. 5 കോളേജുകളിലെ വിദ്യാർത്ഥികളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 80,000 രൂപ മെസ് ഫീസ് നൽകിയാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. ഇന്റേണൽ മാർക്കിനെ ബാധിക്കുമെന്നതിനാൽ കുറച്ചു കാലമായി അവഗണന സഹിക്കുകയായിരുന്നു എന്നും പറയുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ച് പല വിദ്യാർത്ഥികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. 24 ബംഗളൂരു. ഇനി IPL വാർത്തകൾ. IPL-ൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് ഗ്ലാമർ പോരാട്ടം. രാത്രി 7:30-ക്ക് ചെന്നൈ ചെപ്പോക്കിലാണ് മത്സരം. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമിനും ജയം അനിവാര്യമാണ്. അപ്പോൾ 1 PM ന്യൂസ് പൂർണ്ണമാവുന്നു.